ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ചെയ്തെടുക്കുന്നത്. സാമ്പാർ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മത്തങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളകും ചെറിയൊരു പീസ് ചേനയും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്, ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. എനിക്കിവിടെ ചെറിയുള്ളി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സവാള ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, അതിതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 വെണ്ടയ്ക്കായ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1.5 തക്കാളി എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയും ചെറിയൊരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തി കൊടുക്കാം. പിന്നെ ഇതിനു വേണ്ടി പരിപ്പ് വേണം. ഞാനിവിടെ തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 4 ടേബിൾ സ്പൂൺ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പരിപ്പ് ആദ്യം തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പരിപ്പ് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഞാനിപ്പോൾ വെള്ളത്തിലൊന്നും കുതിർത്ത് വെച്ചിട്ടില്ല, കഴുകിയിട്ട് നേരെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. പരിപ്പൊക്കെ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. എനിക്കിവിടെ പരിപ്പൊക്കെ കുക്കാവാൻ 4 വിസിൽ വേണ്ടി വന്നു. നിങ്ങളെടുക്കുന്ന കുക്കർ അനുസരിച്ചും പരിപ്പൊക്കെ കുതിർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും വിസിലിൽ മാറ്റം വരാം. പിന്നെ ഞാൻ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വഴുതനയും ഞാൻ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വഴുതനയ്ക്ക് വേവ് കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയിൽ നിന്ന് കുറച്ച് മാത്രമേ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ വെണ്ടയ്ക്ക ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും വെജിറ്റബിൾസാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് പുളിയാണ് എടുത്തിട്ടുള്ളത്, അത് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ സാദാ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിൻ്റെ ഒക്കെ അതേ ലെവലിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു വിസിൽ മതിയാവും ഇതൊക്കെ കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക വെളിച്ചെണ്ണയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഇത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഞാൻ വെണ്ടയ്ക്ക വഴറ്റിയെടുത്ത അതേ പാനിലേക്കാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 6 ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും. എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കാൻ മാക്സിമം നോക്കണം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇവിടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൗ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പൊടികളൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മസാലയൊക്കെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ പാനിലേക്ക് ആക്കിയിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ പൊടികളൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് കായപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഈ സാമ്പാർ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. പിന്നെ ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതുപോലെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും.
അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എല്ലാവരും സാമ്പാറിൽ അങ്ങനെ മല്ലിയില ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.